വിഷൻ ബോർഡ് ഇതായിരുന്നു കഴിഞ്ഞ ഒരു 2-3 ആഴ്ച 2026 തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ ആക്ടിവിറ്റി. നല്ല കാര്യമാണ്. വിഷൻ ബോർഡ് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് തന്നെയാണ്. സയന്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ നേടാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്യാവുന്ന ഇമേജുകൾ, കാരണം ഇമാജിനേഷൻ, ഇമേജുകൾ അതിന്റെ പവർ വേർഡ്സിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ അത്തരത്തിലുള്ള ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് എല്ലാ ദിവസവും നമ്മൾ സ്വയം എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് കുറച്ചുകൂടി ഫാസ്റ്റർ ഇതുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള എവിഡൻസുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു വശം, ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കിയ ആൾക്കാർ എല്ലാവരും ഇതിൽ പൂർണ്ണമായിട്ടും വിജയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ തന്നെ കണ്ടിട്ടുള്ള നിരവധി ആൾക്കാർ വിഷൻ ബോർഡ് ഒക്കെ ഉണ്ടാക്കി ഓരോ വർഷവും പുതിയ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതല്ലാതെ അതിൽ ഒന്നും തന്നെ നേടുന്നതായി കാണാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള യാതൊരു സ്ട്രാറ്റജിയും ഇല്ല എന്നുള്ളതാണ്. വിഷൻ വിത്തൗട്ട് എ സ്ട്രാറ്റജി ഈസ് നത്തിങ് ബട്ട് വിഷ്ഫുൾ തിങ്കിങ്. ഒരു സ്ട്രാറ്റജി ഇല്ലാതെ നമ്മളൊരു വിഷൻ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെറും ഒരു വിഷ്ഫുൾ തിങ്കിങ്. എന്താ വിഷ്ഫുൾ തിങ്കിങ്? കിട്ടിയാൽ കൊള്ളാം, ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയാൽ കൊള്ളാം. അത് എല്ലാ ആൾക്കാരും പറയുന്ന കാര്യമല്ലേ. അത് അവർ കിട്ടാറുണ്ടോ? അങ്ങനെയല്ല കിട്ടുന്നത്. കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാവണം. പലപ്പോഴും മോട്ടിവേഷൻ സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്ത ശേഷം ആൾക്കാർ വലിയ ഡ്രീമുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജി ഉണ്ടാവണം. ആ സ്ട്രാറ്റജികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലിയർ കട്ട് ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു വിഷൻ ബോർഡ് റിയാലിറ്റിയിലേക്ക് മാറൂ. ഞാൻ ചെയ്യാറുള്ള റൈസപ്പ് പ്രോഗ്രാമിൽ ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാറുണ്ട്. സ്ട്രാറ്റജി, ആക്ഷൻ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഈ റൈസപ്പ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോകുന്ന ബിസിനസ്സുകാരാവട്ടെ, പ്രൊഫഷണൽസ് ആവട്ടെ, ഈവൻ ഹോം മേക്കേഴ്സ്, സ്റ്റുഡൻസ്, ഇവർക്ക് എല്ലാവർക്കും തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് അവരുടെ ഉണ്ടാവും.